മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന. ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന ഹേ തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്തെ ആരാരോ തരിവളകിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. അവളൊരു താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ തില്ലാന തില്ലാന തില്ലാന. മഴക്കാറ്റിൻ പടവുകളിൽ വന്നു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ. കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലയ്ക്കു വിളക്കുണ്ടോ. പകലൊളി കഴിയണ തകിലടി മുറുകണ തലമുടി വകയാൻ വാ. കുളിരണ പടരണ കുറുമുഴ കുറുകണ കരിമിഴി എഴുതാൻ വാ. പനിമതി ഉയരണ പലവഴി പൊതിയണ തിലകമിതണിയാൻ വാ. കവിതകൾ ഒഴുകണ കനവുകൾ വിളയണ കളകളമണിയാൻ വാ. കൂടാരത്തിൽ ആരാരോ കാതോർക്കുന്നു നീ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. വിരിയണ താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഗരിസനി തില്ലാന. ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന ഗമപദ പമ പമകരി തില്ലാന തില്ലാന. വിളിക്കുന്നു മോഹത്തിൻ കിളികളെ ഉണർത്തണ്ടേ തങ്കമോതിര ചിരി കൊണ്ടു മയക്കണ്ടേ. ഒരു മിഴി തഴുകണ കരിമിഴി അലിയണ മറുപടി ഇനി എന്ത്. നിറ നിറ നിറയണ പറ പറ കവിയണ പുതു പുതു മലരമ്പ്. മഴ മഴ പൊഴിയണ മനസ്സുകൾ നിറയണ മദനനു വഴിയെന്ത്. തളിരൊടു തളിരണ തരിവളയുടയണ പലതിനും അതിലുണ്ട്. കൈവന്നു സ്വർഗം മണ്ണിൽ ദൈവങ്ങൾ കാതോർക്കുന്നു നീ എന്നീല കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. വിരിയണ താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മധുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാന ഹേ 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 തില്ലാന. ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞും കുഴയണ കുഴയണ തില്ലാന തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത്. അവളൊരു താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. ശിവനന്ദ ചേച്ചി എന്തായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു. ഒറ്റ സ്ട്രെച്ചില് തുടങ്ങിയത് തീർന്നു ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല. എങ്ങനെ ബ്രത്തൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ആണോ? കുഴപ്പമില്ലാതെ തോന്നി. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക. ശിവനന്ദാ സാർ നന്നായിട്ട് പാടി. ഇത് ആക്ച്വലി പെപ്പി നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിലും ഇതിനകത്ത് അണ്ടർലൈങ് ആയിട്ട് കുറെ സംഗതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഇപ്പൊ പാറു എന്താ പറഞ്ഞത്, ബ്രെത്ത് മാനേജ്മെന്റ്
എങ്ങനെ പറ്റിയോന്നൊക്കെ എങ്ങനെ Oh, Paru. You're crossing the limits. അമ്മായി Yes. അപ്പൊ ഞാൻ ചെയ്യണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഈ ആങ്കറിങ്ങേ ചെയ്യണ്ടെന്നായിരിക്കും ചിലപ്പോൾ. അതെ അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ട്രിക്കി ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി രണ്ട് ചരണത്തിന്റെയും എൻഡില് തര 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 അത് ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ മാത്രം ഒന്ന് ടെമ്പോ ഒന്ന് എഴുന്ന, പിന്നെ ആ സമയത്ത് ഹാറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സംഗതികളും പരിപാടികളൊക്കെ ഉണ്ട്. പെപ്പി നമ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനകത്ത് ഉണ്ട്. അതിനകത്ത് അണ്ടർലൈങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ എല്ലാം ശിവനന്ദ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആരൊക്കെയാണ് ഇതിന്റെ ആൾക്കാർ ഒന്ന് പറഞ്ഞേ? ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായർ സാർ, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ സാർ, പാടിയത് MG ശ്രീകുമാർ സാർ, ഫിലിം മേഘ സന്ദേശം. പിന്നെ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ് അതെ ആസാദ്യം ശിവനന്ദ. ഞാൻ അവൾ ആ സ്റ്റെപ്പ് കൊണ്ട് വരുവോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും ദേ വരുന്നു. സാധാരണ ഇവിടെ ഷാനിക്ക് മാത്രം ഇങ്ങനെ ആവാറുള്ളൂ. ഞാൻ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അതെ, ഇപ്പം ശിവനന്ദയും ചെയ്തു തുടങ്ങി. എല്ലാം നന്നായിരുന്നു. എസ്പെഷ്യലി ഡാൻസ് മൂവ്സും കാര്യങ്ങളൊക്കെ നല്ല. ഇങ്ങനത്തെ പെപ്പി നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കുറെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതുപോലെ കോറസും അടിപൊളിയായിരുന്നു. ആരൊക്കെയായിരുന്നു കോറസ്? ഗോവിന്ദ്, നീ ഉണ്ടായിരുന്നു കോറസില്? ഈ പാട്ട് അവൻ വല്ലതാണോ പറഞ്ഞെന്ന്? അത് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ കൊടുത്ത അത്രേ ഉള്ളൂ ശിവനന്ദ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. ശരത് സർ. ശിവനന്ദ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. കാര്യം അത് കുറച്ച് കൺട്രോൾ വേണം ഇത് പാടുന്നതിന്. നമ്മുടെ അണ്ണാച്ചി പാടി തകർത്ത് വെച്ചേക്കുന്ന പാട്ടല്ലേ, ഉഗ്രായിട്ട് പാടി. എനിക്ക് പല ഏരിയകളും കുറേ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഷാൻ പറഞ്ഞ പോലെ ഇത് ചുമ്മാതൊരു കുപ്പിപ്പാട്ടല്ല, ഇതിനകത്ത് കുറേ സാധനങ്ങൾ എണ്ണം പാടി അങ്ങ് വെച്ചിട്ടുണ്ട് കണ്ണൻ്റെ ഇഷ്ടത്തിന്. അപ്പോൾ അത് കുറേ സന്തോഷം. അതിൽ നന്നായിട്ട് തന്നെ പാടി, ഒരു കളക്കവും ഇല്ലാണ്ട്. പിന്നെ ഡാൻസ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു ചില ഏരിയകളിൽ. ആ ചെണ്ടയും ഇതൊക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഞാനൊക്കെ കൊള്ളായിരുന്നു. അത് എനിക്ക് കളിക്കാനായിരുന്നു നല്ലത്. ക്ഷമിക്കണം, അത് മഞ്ചരി കളിക്കും. അല്ല, ഈ വേഷം ഇട്ടിട്ടെ അങ്ങനെ ഒരു ആക്കുമ്പോൾ ഞാൻ അതാ ആലോചിച്ചത്, അത് വേറൊന്നുമല്ല. അല്ല, സോങ് പെപ്പി നമ്പർ ആണെങ്കിലും ഒരു ക്ലാസിക്കൽ വെസ്റ്റേൺ കൊളാബ് ചെയ്തുകൊണ്ട് സ്റ്റെപ്സ് എല്ലാം ചെയ്ത്. കാലാണ് അപ്പൊ കൊളായില്ല കേട്ടോ. നന്നായിരുന്നു, നന്നായിരുന്നു. ചേച്ചി ശിവനന്ദ, മാം, I like the collab. താങ്ക് യു. വളരെ നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ആ വെസ്റ്റേണും പിന്നെ ക്ലാസിക്കൽ മിക്സ് അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. സൂപ്പറായിരുന്നു. എനിക്ക് ആ മോളുടെ ആ ഒരു സംഗതി പാടിയില്ലേ, അതില് ഒരു താൻ ഉണ്ടായിരുന്നില്ലേ, അതില് ഒരു സംഗതി, അത് ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. ഈ പാട്ട് ഒരു ഫീമെയിൽ പാടി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മനോഹരമായിട്ട് പാടി. പിന്നെ ഓർക്കസ്ട്ര പറയണ്ടല്ലോ, മൈ ഗോഡ്, പൊളിച്ച് അടുക്കി. ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുട്ട പാടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഓടുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആ പാട്ട് പാടുന്നതിൻ്റെ ഒരു വ്യഗ്രതയില് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ബീറ്റൊക്കെ ഒന്ന് മിസ്സാവുന്നുണ്ടായിരുന്നു. തുടക്കം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ അതങ്ങനെ ഒന്ന് ഗ്രിഡിൽ വീഴാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 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 പ്രശ്നമായിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും ഉള്ളത് പാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കിതിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും മനോഹരമായിട്ട് പോയ ആ ലാസ്റ്റിൽ പാടിയ ആ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വാസ് ഫാന്റാസ്റ്റിക്. അതിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ വേണം പാടാൻ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഒരു വലിയൊരു ഇത് കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് കുറച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് പാടാം. ഓക്കെ, മാർക്സ് വെക്കാം. ശരത് സർ. ശിവനന്ദ സാർ 9.2 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക 9.1. താങ്ക് യു ഷാനിക്ക. ശിവനന്ദ ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. ടോട്ടൽ 18.3. താങ്ക് യു. അടിപൊളി. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. Superstar.